അതിനുശേഷമാണ് പാലക്കാട് ഹോസ്പിറ്റലിൽ തുടങ്ങുന്നുണ്ടെന്ന് അറിയുകയും ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് 2017 ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു. നമ്മുടെ അരവിന്ദ് സാർ ആയിക്കോട്ടെ, അതുപോലെ രേഷ്മ മാഡം, എല്ലാവരും നല്ല സഹകരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതുകൊണ്ട് IVF-നെ കുറിച്ച് ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലത്തെ കാര്യം പോലെയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതുപോലെ എല്ലാവരും സംസാരിക്കും. എൻ്റെ പേര് സുചിത്ര, ഭർത്താവിൻ്റെ പേര് ശിവദാസ്. ഞങ്ങൾ 2017 ഇവിടെ എല്ലാവരുടെയും ഇപ്പോൾ നോക്കി പട്ടാമ്പി, തൃശ്ശൂർ എല്ലാ ഹോസ്പിറ്റലിൽ പോയി നമുക്കൊന്നും ശരിയായില്ല. രേഷ്മ അരവിന്ദ് സാറ് നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മുടെ കുടുംബം വരെ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന്. പിന്നെ എല്ലാം കൊണ്ടും ഇവിടെ നല്ലതാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 11 കൊല്ലം വരെ മറ്റു ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഒന്നും ശരിയായില്ല. മരുന്ന് കഴിക്കും, പിന്നെയും കുറച്ച് ദിവസം ഇരിക്കും, പിന്നെയും പോവും, പിന്നെയും മരുന്ന് കഴിക്കും. അങ്ങനെയായി 11 കൊല്ലം ഞങ്ങളുടെ കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് പാലക്കാട് ഹോസ്പിറ്റലിൽ തുടങ്ങുന്നുണ്ടെന്ന് അറിയുകയും ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് 2017 ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും, നമ്മുടെ അരവിന്ദ് സാർ ആയിക്കോട്ടെ, അതുപോലെ രേഷ്മ മാഡം, എല്ലാവരും നല്ല സഹകരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് പേടിയായിരുന്നു, എന്താവോ ഏതാവോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇവരിൻ്റെ എല്ലാം കൊണ്ടും ഇവർ വരുമ്പോൾ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നോർമലാക്കി വിടും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും, നിങ്ങൾ എന്തിനാ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടും. പിന്നെ ആ ദൈവത്തിൻ്റെ പുണ്യം കൊണ്ട് നമുക്ക് ശരിയാവുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതുമാത്രമല്ല, IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ റെസ്റ്റ് ഒന്നുമില്ല. 3 മാസം വരെ നോർമൽ ഇതുപോലെ 3 മാസം റെസ്റ്റ് ഇരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ പണികളൊക്കെ ചെറുതായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യാൻ, അതുപോലെ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ ഇറങ്ങാം. ഒരു പ്രശ്നമില്ല. അതിനെക്കൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ഇവിടെ വന്നോളി. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരും. അതുകൊണ്ട് IVF-നെ കുറിച്ച് ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലത്തെ കാര്യം പോലെയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതുപോലെ എല്ലാവരും സംസാരിക്കും. ഡോക്ടർമാർ അങ്ങനെ നേഴ്സുമാർ എന്നുള്ള ഒരു അഹങ്കാരമൊന്നും ആർക്കുമില്ല. എല്ലാവരും നല്ല ഒരു കുടുംബത്തിൽ സംസാരിക്കുന്ന പോലെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. അവർ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് വെച്ചാൽ അവർ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. അതുപോലെയാണ് ഇവിടുന്ന് നമുക്ക് വേണ്ട സൗകര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. നല്ലൊരു ഹോസ്പിറ്റലാണ് എന്ന് പറയാം.